ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങളുടെ ജിമ്മിലെ ഓണം സെലിബ്രേഷൻ ആണ്. സോ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ് എടുക്കാനാണ് പ്ലാന്. അപ്പോൾ നമുക്ക് കാണാം. ഇത് തലേ ദിവസത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ തലേന്നേ ചെന്ന് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ദിവസമായിരുന്നു ഇത്. അപ്പം അന്ന് വൈകിട്ട് തന്നെ നേരെ ജിമ്മിലേക്കാണ് പോയത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം പ്രാക്ടീസും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഒരു സിനിമാറ്റിക് ഡാൻസും പിന്നൊരു തിരുവാതിരയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓണത്തിന് മെയിനായിട്ടും തിരുവാതിരയാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു ഫസ്റ്റ് കഴിഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും കൂടെയാണ് തിരുവാതിര കളിക്കുന്നത്. അധികം പ്രാക്ടീസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓരോരുത്തരും ഇതൊക്കെ കളിച്ചൊക്കെ ആയിരുന്നു ഗൈസ് ഞങ്ങൾ പഠിച്ചത്. പിന്നെ ഇവരിവിടെ കസേര കളിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്, അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ സൈഡിൽ ഇരുന്ന് കുറച്ച് നേരം കളിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ മെയിൻ കഥാപാത്രം എന്തായിരിക്കുന്നു ഗൈസ്, സ്റ്റെഫിന. ഇവളില്ലാതൊരു പരിപാടിയില്ല. ഇവള് പിന്നെ എവിടെ കൊണ്ടുവച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ തലേന്നത്തെ പ്രിപ്പറേഷൻ കാര്യങ്ങളും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ രാവിലെ തന്നെ റെഡിയായി ഞങ്ങൾ നേരെ നടന്ന് ജിമ്മിലേക്ക് പോവുക. ഗൈസ്, ഞങ്ങളുടെ ജിമ്മിലെ ഓണത്തിന് ഞങ്ങൾ പോവുകയാണ്. ചെന്നിട്ടാണോ ഒക്കെ സാരി എടുക്കാൻ? ഗൈസ്, ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയാനൊന്നുമില്ല, ഇത് പിന്നെ നോർമൽ സാധനം. ഗൈസ്, അങ്ങനെ ജിമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോമാ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം. എന്തായാലും നമ്മുടെ മാവേലി വെറൈറ്റി ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു ലേഡി മാവേലിയായിട്ട് കാണുന്നത്. അടിപൊളിയായിരുന്നു പുള്ളിക്കാരിനെ കാണാനൊക്കെ. അതുപോലെ തന്നെ മാവേലിയുടെ ഡാൻസും ഉണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. പിന്നെ മാവേലിയുടെ കുട്ടിയായിട്ടൊരു ഡാൻസ് ഉണ്ടായിരുന്നു, അതും സൂപ്പറായിരുന്നു. അതൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങളുടെ തിരുവാതിര ആയിരുന്നു.
സ്റ്റെഫിന അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഉച്ചക്കത്തുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഈവനിങ് ബാക്കിയുണ്ട്. യെസ്. അപ്പൊ ഗൈസ് ഞാൻ റൂമെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ഈവനിങ് പരിപാടിയിലേക്ക് പോകണം. ഈവനിങ് ചെറിയൊരു DJയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് പോകണം. ഗൈസ് ഞങ്ങളിതാ വീണ്ടും ജിമ്മിലേക്ക് പോവുകയാണ്. ഒന്നും കാണുന്നില്ല. ശരി എന്നാ ഗൈസ് നമ്മളിവിടെ എന്തിനാ വന്നത്? ഡോറ അതല്ല ഗൈസ്, നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാനല്ല വന്നത്. ഇന്നിവിടെ DJ ഉണ്ട്, അതിനാണ് വന്നത്. മനസ്സിലായോ? ഉച്ചയ്ക്ക് കുറച്ച് ഗെയിംസ് നടന്നോളൂ. ബാക്കി അതിന് ശേഷമുള്ള 2 ഗെയിംസ് നമുക്ക് വൈകിട്ടായിരുന്നു. ഉറിയടിയും ബിസ്ക്കറ്റ് കടിക്കലും പിന്നെ ആയിരുന്നു. അപ്പം അത് രണ്ടും നമുക്ക് ഈവനിങ് DJയുടെ തൊട്ട് മുമ്പായിട്ടാണ് നടന്നത്. നോക്കട്ടെ ചേച്ചി. What do you prefer? Not for the music. We'll load it one more time, but not over in the corner. We'll load it in the center. Okay, just get it up. Kanachada. So we get it. അപ്പോൾ ലേറ്റ് ഓണം വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.